ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജോബ് കോളിൽ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം, വാട്ടർ സർവീസ് ചെയ്യണം, ഹാൻഡിൽ തിരിക്കണ സമയത്ത് സൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. കമ്പനി ലൈനറാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തുരുമ്പിൻ്റേതായിട്ടുള്ള ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിംഗ് പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഗിയറിൻ്റെ ഓയിലായാലും നല്ല ഓയിലാണ്. ഇതിനകത്ത് ഗിയർ ഓയിൽ വരുന്നുണ്ട്, അതും നല്ല ഓയിലാണ്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല, ഏകദേശം മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ഹബിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ചേട്ടാ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ചെക്കപ്പിനും അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസിങ് കഴിയണം, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചതാണ്. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. വേറെ ഡാമേജ് ഒന്നും നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിലില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ പുതിയതാണ് നടക്കുന്നത് കേട്ടോ. അതേപോലെ പീസെറ്റ് സ്ലൈഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് മാത്രം പീസെറ്റ് സ്ലൈഡ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് മാത്രം ഒന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം അത് ഇച്ചിരി ഓവലായിട്ടുണ്ട്, ചെറിയൊരു ലൂസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേ കാണിക്കുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് കിടന്ന് അടിച്ചടിച്ച് പൊട്ടി ഈ വീല് ഡാമേജ് വരും. പിന്നെ അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റ് അതിലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റെസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ടുള്ള പ്രശ്നമില്ല. ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, അതൊരു 3 തന്നെ കിറ്റാണ്, അതൊന്ന് മാറ്റിയിട്ടാൽ മതി. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹെഡ് കവർ അയച്ചു കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ, ചോക്കിൻ്റെ കേബിൾ, ഈ 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനൊന്നുമില്ല. ചോക്ക് കേബിളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും നിലവിലില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മോർണിംഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്ത് നമുക്ക് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഇപ്പോൾ 2 രീതിയിൽ കാണിക്കാം. ഒന്ന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് കാണിക്കാം, പിന്നെ ഒന്ന് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും സെൽഫിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. അതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും. ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ കാർബറേറ്റർ അഴിക്കാൻ നിൽക്കണ്ട, കാരണം 820 പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ കാർബറേറ്ററൊക്കെ ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ കാർബറേറ്റർ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഓവർഫ്ലോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടാൻ നല്ലത്. ഒന്നും കൂടി നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അഴിച്ചാൽ മതി. കാരണം കാർബറേറ്റർ ക്ലീനിങ്ങിന് നമുക്ക് ഏകദേശം ഒരു 500-550 രൂപ ചിലവ് വരുള്ളൂ. പക്ഷേ മാറ്റേണ്ടി വന്നാൽ ഏകദേശം നമുക്ക് വരുന്നത് 2700 രൂപ ആ റേഞ്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ, ഗ്രീൻ ബുഷ് കാര്യങ്ങളൊക്കെ, ഈ ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ്, അത് മാറ്റിയിടണം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ഈ കോളർ ബുഷ് നല്ലോണം തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ബുഷുകൾ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. ബ്രേക്കായാലും ബ്രേക്ക് ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആകണം. അതിൻ്റെയാണ് ആ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒരു ജാമായ പോലത്തെ ഒരു ഫീൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ഓക്കെ ആയിക്കോളും. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിന് കണ്ടീഷൻ ആയാലും ഓക്കെ ആണ് കേട്ടോ. ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ 2021 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററിയുടെ കംപ്ലയിൻറ്റും കൊണ്ടായിരിക്കണം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നിലവിൽ നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12.92 കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 8.3 ഇഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കാം. കുറച്ച് ഇപ്പോൾ അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, കുറച്ചുകൂടി നോക്കി കൺഫേം ചെയ്തതിന് ശേഷം അഴിച്ചാൽ മതി. കാർബറേറ്ററിൻ്റെ ആണോ ബാറ്ററിയുടെ ആണോ എന്ന് വെച്ചാൽ 100% കംപ്ലയിൻറ്റ് കൺഫേം ചെയ്തിട്ട് അഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ്. ബാറ്ററിയുടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഒരു ദിവസം വൈകിട്ട് വയ്ക്കാം, രാവിലെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കണ്ടീഷനിൽ വണ്ടി വെച്ച് ചെക്ക് ചെയ്ത് ആ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സമയം തന്നെ. എന്നാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് കൺഫേം ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഹാൻഡിൽ തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഹാൻഡിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് മൺകാട് ആ സ്റ്റോപ്പറുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ടിരുന്നു, അത് റെഡി ആക്കിയിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, ഇതിൻ്റെ കേബിളൊക്കെ വിടിയിച്ചിട്ടാണ്. മിക്കവാറും മെക്കാനിസം കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ മീറ്ററിൻ്റെ കേസ് നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി പുതിയതിടണം. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം കേട്ടോ. അപ്പോൾ അത് ഞാൻ
ഏകദേശം നമുക്ക് വണ്ടിക്ക് പറ്റുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.